നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി തകർപ്പൻ പ്രകടനമാണ് ഇപ്പോൾ അർജന്റീൻ യുവ സൂപ്പർ താരമായ അലജാൻഡ്രോ ഗർനാച്ചോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിറ്റി ഷീൽഡ് ഫൈനലിൽ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ ഗോൾ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. മാത്രമല്ല, ഇന്നലെ ഫുൾഹാമിനെതിരെ നടന്ന പ്രീമിയർ ലീഗിലെ ആദ്യ മത്സരത്തിൽ ഗർനാച്ചോ ഒരു അസിസ്റ്റ് സ്വന്തമാക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒരു മികച്ച തുടക്കമാണ് ഈ സീസണിൽ ഇപ്പോൾ ഈ ഒരു യുവതാരത്തിന് ലഭിച്ചിട്ടുള്ളത്. പക്ഷേ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ അദ്ദേഹത്തിന് ലഭിക്കുന്നത് പോലെയുള്ള അവസരങ്ങൾ അർജന്റീന ദേശീയ ടീമിൽ അദ്ദേഹത്തിന് ലഭിക്കാറില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. ഇതേക്കുറിച്ച് അർജന്റീൻ താരമായ ലിസാൻഡ്രോ മാർട്ടിനസ് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ക്ലബ്ബും ദേശീയ ടീമും വ്യത്യസ്തമാണെന്നും അർജന്റീന ടീമിൽ സ്ഥിരമാവണമെങ്കിൽ ഇനിയും താരം ഒരുപാട് വർക്ക് ചെയ്യേണ്ടതുണ്ട് എന്നുമാണ് ലിസാൻഡ്രോ മാർട്ടിനസ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളെ TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇനിയും ഒരുപാട് മികച്ച പ്രകടനം പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് കഴിയും. നല്ല കപ്പാസിറ്റിയുള്ള താരമാണ് അദ്ദേഹം. എനിക്കൊരുപാട് കോൺഫിഡൻസ് അദ്ദേഹത്തിലുണ്ട്. ചെറിയ പ്രായത്തിൽ തന്നെ ഒരുപാട് പക്വത കൈവരിക്കാൻ താരത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അസാധാരണമായ പ്രതിഭയുള്ള താരമാണ് ഗർനാച്ചോ. അത് മുതലെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ഒരുപാട് ദൂരം സഞ്ചരിക്കാൻ അവന് കഴിയും. അർജന്റീന ദേശീയ ടീമിനോടൊപ്പം അദ്ദേഹം ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ക്ലബിനെ പോലെയല്ലല്ലോ അർജന്റീന ടീം. ഞങ്ങളിപ്പോൾ വേൾഡ് കപ്പും 2 കോപ്പ അമേരിക്കയും നേടിയിട്ടേ ഉള്ളൂ. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ സ്ഥാനം ലഭിക്കുക തന്നെ ചെയ്യും. പക്ഷേ നന്നായി വർക്ക് ചെയ്യണമെന്ന് മാത്രം. ഇതാണ് അർജന്റീന ടീമിലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിലും ഒരുമിച്ച് കളിക്കുന്ന ലിസാൻഡ്രോ മാർട്ടിനസ് തൻ്റെ സഹതാരമായ ഗർനാച്ചോയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ കോപ്പ അമേരിക്ക സ്ക്വാഡിൽ ഇടം നേടാൻ ഗർനാച്ചോക്ക് കഴിഞ്ഞിരുന്നു. പക്ഷേ വേണ്ടത്ര അവസരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. നിരവധി സൂപ്പർ താരങ്ങളാൽ സമ്പന്നമാണ് ഇപ്പോഴത്തെ അർജന്റീന ടീം. എന്നിരുന്നാലും അധികം വൈകാതെ തന്നെ അർജന്റീന ടീമിൽ സ്ഥിര സാന്നിധ്യമാവാൻ കഴിയും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് താരം ഇപ്പോൾ ഉള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.